എഡിസൺ, തോമസ് ആൽവ എഡിസൺ. ഈ എഡിസൺ എന്ന് പറയുന്ന വ്യക്തി ബൾബ് കണ്ടുപിടിക്കാൻ 1000 തവണ മൂപ്പര് അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തു. 1000 തവണ മൂപ്പര് അതിന് വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്തു. പക്ഷെ ഈ 1000 പ്രാവശ്യം മൂപ്പര് ചെയ്തതിൽ മൂപ്പര് പൊട്ടി. 1001ാമത്തെ പ്രാവശ്യം, അത് ഏകദേശം ഒരു കണക്കാക്കാം. ഈ 1001ാമത്തെ പ്രാവശ്യം മൂപ്പര് ട്രൈ ചെയ്തപ്പോൾ മൂപ്പര് എന്തായത് അതിൽ ജയിച്ച്. മൂപ്പര് ബൾബ് കണ്ടുപിടിച്ച്. അങ്ങനെ ഒരു പത്രപ്രവർത്തകൻ ഒരു ചോദ്യത്തിൽ, ഒരു വാർത്താ സമ്മേളനത്തിന് മൂപ്പരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ 1000 പ്രാവശ്യങ്ങൾ പരാജയപ്പെട്ടു, പക്ഷേ അതിനുശേഷം നിങ്ങൾ ആ ബൾബ് കണ്ടുപിടിച്ചു, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അപ്പോൾ എഡിസൺ പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഇതറിയാം എഡിസൺ പറഞ്ഞ, ഞാൻ ആ 1000 പ്രാവശ്യം ഞാൻ പഠിക്കുകയായിരുന്നു. കാരണം ഓരോ പ്രാവശ്യം തോൽക്കും തോറും എഡിസൺ പഠിച്ചുകൊണ്ടേ ഇരിക്കുക ഓരോ കാര്യങ്ങൾ. അങ്ങനെ ആ പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട് എഡിസൺ എന്താക്കി പഠിച്ചെടുത്ത് അതിൽ നിന്ന് ബൾബ് കണ്ടുപിടിച്ച്. ഇന്ന് ലോകത്ത് എല്ലായിടത്തും ബൾബ് കണ്ടുപിടിച്ച് ആരാള്? എഡിസൺ. നോക്കി, പരാജയപ്പെട്ട ഒരാൾ എത്രയോ തവണ പരാജയപ്പെട്ടു. നമ്മളൊക്കെ എന്താ പറയാ, 2-3 പ്രാവശ്യം. ഇതൊരു ചങ്ങായിണ്ട്, ഏതൊരു ഞാൻ ഈ 7, 8 പഠിച്ചപ്പോൾ എൻ്റെ കൂടെ മദ്രസയിൽ ഉള്ളൊരു ചങ്ങായി. ഓൻ എന്താ പറയുക, ഓനക്ക് പ്രസംഗം പറയാൻ നല്ല പൂരിണ്ട്, നല്ല പ്രസംഗം. ഓൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നോക്കും. പുസ്തകത്തിൽ, നമ്മളെ മദ്രസത്തെ പുസ്തകത്തിൽ തന്നെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. നമുക്ക് പ്രസംഗം പറയാൻ നല്ല താല്പര്യമുണ്ട്. പക്ഷേ ഓനൊരു ദിവസം അതേപോലെ സമാജത്തിന് മദ്രസയിൽ നിന്ന് സ്റ്റേജുമൊക്കെ ഓൻ പ്രസംഗിച്ചെന്ന് മാത്രമല്ല, ഓൻ പ്രസംഗിച്ചായിട്ട് ഇറങ്ങിയപ്പോൾ ഓനും കെട്ട് ഒട്ട കൂടിയിട്ടുണ്ട്. അല്ലേ, നമ്മളൊക്കെ സ്വഭാവം അങ്ങനെ തന്നെ അല്ലേ? ആ, ആരെങ്കിലും ഒരാൾ നല്ലവർക്ക് പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ, ഓൻ പാട്ടുണ്ടെങ്കിൽ ഓനെ പോയിട്ട് കളിയാക്കുക, ഓനായിട്ട് തളർത്തുക. അതോടെ ഇവിടെ നിങ്ങൾ വിചാരിച്ചെന്താ ഒക്കെ കഴിഞ്ഞല്ലേ, എല്ലാവരും ഇനി കിട്ടൂല. അപ്പൊ എന്താക്കി, മോനി സ്റ്റേജിൽ കയറിയാണ്ട് പ്രസംഗിച്ച് ഇറങ്ങിയപ്പോൾ ചങ്ങായിമാരൊക്കെ വട്ടത്തിട്ട് ഊക്കുക. ഇല്ല, അങ്ങനെ എല്ലാവരും ഊക്കിയോനെ. അങ്ങനെ എന്താക്കി, അന്ന് നോക്കി സങ്കടായി. പക്ഷെ അതുകൊണ്ട് എന്താക്കിയല്ലോ, ഓൻ ആ പരിപാടി നിർത്തില്ല. ഓൻ പിന്നെ എപ്പോൾ എന്ത് പുസ്തകം കിട്ടുമ്പോഴൊക്കെ വായിച്ചു. അങ്ങനെ വായിച്ചെന്ന് മാത്രമല്ല, ഉറക്കം ഇങ്ങനെ പറയാം, വായിച്ചിട്ട് ഇങ്ങനെ ഉറക്കെ പറഞ്ഞു കൊടുക്കുക ആൾക്കാർക്ക്. അങ്ങനെ പിന്നെ അടുത്ത ആഴ്ച ഇതേപോലെ സമ്മേളനത്തിന് ഓൻ കയറി. ഓനക്ക് എങ്ങനെയെങ്കിലൊക്കെ പഠിച്ചെടുക്കണം. അന്ന് ഇതേപോലെ തന്നെ ഓൻ പറഞ്ഞു, എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം എന്നെ ഊക്കിട്ടിട്ട് എനിക്ക് മതിയായില്ലേ, ഇച്ചിരി പൊട്ടനാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഊക്കിട്ട്. പക്ഷെ ഓനെ അന്നും പറഞ്ഞു, അന്ന് ഓനെ കൊളായിന് ഒരിങ്ങനെ ഒരു വിക്കുള്ള ആളാണ്. അങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അങ്ങനെ പിന്നെ അടുത്ത റബി ലെവൽ മത്സരം, ഫസ്റ്റ് മത്സരത്തിന് സ്റ്റേജിന്മേൽ കയറി. അങ്ങനെ സ്റ്റേജിന്മേൽ കയറി ഓൻ പ്രസംഗിച്ചെന്ന് മാത്രമല്ല, ആ പ്രസംഗത്തിൽ അന്ന് നമുക്ക് ഫസ്റ്റ് കിട്ടി. അപ്പൊ ഇവന്റെ എതിരാളികളൊക്കെ ഉണ്ടല്ലോ, അതായത് ഇവനെ കളിയാക്കിയ ആൾക്കാർ അന്ന് 2-3 ആൾക്കാരൊക്കെ അവിടെ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ മദ്രസയിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പേ ഓല മുമ്പിൽ ഇവനൊരു സ്റ്റാറായി. പിന്നെ ഇവന്റെ മുമ്പ് കൂടെ നടക്കുമ്പോഴൊക്കെ ഇവർക്ക് തലാത്തി നടക്കേണ്ട അവസ്ഥയായി. എന്തുകൊണ്ടറിയോ, ഓന അന്നെന്തെങ്കിലും ഒരുപാട് പ്രാവശ്യം തോറ്റി. ഓൻ പിന്നെ ഇങ്ങനെ അതിന് വേണ്ടി ട്രൈഡ് അവസാനം എന്താക്കി, ഓനെ അന്ന് ചാമ്പ്യനായി. പ്രസംഗ മത്സരത്തിൽ ഓനവിടെ ചാമ്പ്യനായി. ബാക്കിയുള്ളവർക്ക് ഓൻ്റെ മുമ്പിൽ തല താത്തി നടക്കേണ്ട ഒരു അവസ്ഥ. ഓൻ എന്തുകൊണ്ട് അവിടെ അന്ന് ജയിക്കാൻ കാരണം, ഒരുപാട് പ്രാവശ്യം മുമ്പ് തോറ്റി. ഞാൻ വേറൊരു കഥ കൊണ്ടാണ് എനിക്ക് പറഞ്ഞത്. ഈ KFC എന്ന് പറഞ്ഞാൽ ആരാ KFC പറഞ്ഞാൽ KFC പറഞ്ഞാൽ ആകെ കറച്ച് പഠിക്കുന്ന ചിക്കനെ മാത്രമല്ല അറിയുള്ളൂ അല്ലേ, റോസ്റ്റഡ് ചിക്കനെ. KFC എന്ന് പറയുമ്പോഴേ ഈ KFCന്റെ പിന്നെ വലിയൊരു കഥ ഉണ്ട്. ഈ KFCന്റെ ഫൗണ്ടർ ആരാ? കൊളോണിയൽ സാൻഡേഴ്സ്. ഈ കൊളോണിയൽ സാൻഡേഴ്സ് എന്ന വ്യക്തി മൂപ്പര് 65ാമത്തെ വയസ്സിലാണ് മൂപ്പര് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുമ്പ് പല ചെറിയ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ KFC എന്ന് പറയുന്ന സംഭവം മൂപ്പര് 65ാമത്തെ വയസ്സിലാണ്. അങ്ങനെ മൂപ്പര് റെസിപ്പീസ് ഓരോ ഹോട്ടലുകൾ കൊണ്ടുപോയിട്ട് പരിചയപ്പെടുത്തി. പക്ഷേ ഈ ഹോട്ടലുകളൊക്കെ മൂപ്പര് എന്താക്കി, നിശ്ചയിച്ച് ഒരുപാട് സ്ഥലത്ത് മൂപ്പര് പോയി. പക്ഷേ അന്നൊക്കെ മൂപ്പരെ ഒഴിവാക്കി, തട്ടി. പക്ഷെ മൂപ്പര് അവിടെ എന്താക്കിയറിയോ, തളർന്നില്ല. മൂപ്പര് പിന്നെ തുടങ്ങി എല്ലാ സ്ഥലത്തും എല്ലായിടത്തും മരുക്കാൻ തുടങ്ങി. ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തി മൂപ്പര് എന്താക്കി എല്ലായിടത്തും പോയി റെസിപ്പീസ് പരിചയപ്പെടുത്തി. ഇപ്പം നിങ്ങൾ നോക്കിയാണ്,
ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഈ എടവണ്ണപ്പാറ അങ്ങാടിയിൽ തന്നെ ഉണ്ടാവും അല്ലേ? കൊണ്ടോട്ടില്ലേ? കൊണ്ടോട്ടി ക്യാബ്സ് പറഞ്ഞു ഏതോ എല്ലാ മൂലക്കിലും ഇപ്പൊ ക്യാബ്സ് ഉണ്ടായി. എന്താ എന്താ മൂപ്പര് അന്ന് പരാജയപ്പെട്ടു. മൂപ്പര് ഒരുപാട് ആൾക്കാർ കളിയാക്കി. പക്ഷെ മൂപ്പര് തോറ്റില്ല. മൂപ്പര് ധൈര്യം, ആത്മധൈര്യം പോവാതെ മൂപ്പര് പരിശ്രമിച്ച് ഇപ്പം ലോകത്തിന്റെ ഏത് ഭാഗത്ത് നോക്കിയാലും ക്യാബ്സിനാണ്. പക്ഷെ ക്യാബ്സിന്റെ ഫൗണ്ടർ ആരാന്ന് ആർക്കും അറിയില്ല. മൂപ്പർക്ക് ഭയങ്കര ഇടങ്ങേറേക്കാറില്ലേ ഇപ്പൊ അത്? അല്ലേ പറഞ്ഞു നമ്മൾ ഒരിക്കലും പരാജയപ്പെടുക എന്നുള്ളൊരു തെറ്റല്ല. പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും, ശരിയാ. പക്ഷെ ആ പരാജയം വീഴുക എന്നുള്ള, പരാജയപ്പെടുക എന്നുള്ള സ്ഥലത്ത് നിന്ന് എണീറ്റ് നടക്കുക, അതാണ് വലിയ കഴിവ്. അത് ബാക്കിയുള്ള മുമ്പിൽ കളിയാക്കിയാലും മുമ്പിലേക്ക് ഇങ്ങനെ കോളറൊക്കെ ഇങ്ങനെ പിടിച്ചിങ്ങനെ നടക്കണം. എൻ്റെ കളിയാക്കി ഞങ്ങളുടെ മുമ്പിൽ ഒന്ന് ദമ്മായി നടക്കണം. ഇപ്പം ഞാൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഉണ്ടാവും ചിലർക്ക് വലിയ ദമ്മായിട്ട് സ്റ്റേജിലൊക്കെ കയറി ഓക്കെ അതിനെ പറ്റും അല്ലേ? ഒരു കളിയാക്കലില്ലേ? ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ ജീവിതം അങ്ങനെ. ചില ആൾക്കാർക്ക് ബാക്കിയുള്ള അങ്ങനെ കളിയാക്കിയാലേ അവർക്ക് എന്തെങ്കിലും ഒരു സന്തോഷം കണ്ടെത്താൻ അല്ലേ? അപ്പോൾ കളിയാക്കുക എന്നുള്ള മാത്രമല്ല, പരാജയപ്പെടുക എന്ന് മാത്രമല്ല, വിൽക്കുക എന്ന് മാത്രമല്ല, വീണോടത്ത് നിന്ന് എഴുന്നേറ്റ് നടക്കാൻ പഠിക്കുക. അതാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യണം? ഞാൻ ഒരു കാര്യം പറയാം, എല്ലാവരും ഉറക്കെ പറയാതെ ഞാൻ വീണടുത്ത് നിന്ന് ഇനിയും എഴുന്നേക്കും. വീണടുത്ത് നിന്ന് ഇനിയും എഴുന്നേക്കും. പറയാം എല്ലാവരും എന്ത് ചെയ്യാം? പരാജയം എന്നുള്ള ഒരു വലിയ സംഭവമായിട്ട് കാണാതെ വീണോടത്ത് നിന്ന് എണീറ്റ് നടക്കാൻ പഠിച്ചു. മനസ്സിലായോ? അവസാനിപ്പിച്ചല്ല ആയിക്കോട്ടെ, നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻസ്പിറേഷൻ ടോക്ക് മത്സരം